പ്രണയം ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറഞ്ഞ കള്ളത്തരോ, ശുദ്ധ കള്ളത്തരോ. പ്രേമ ഒക്കെ തോന്നിയിട്ടുണ്ട്. ചില ആൾക്കാരോട് നമുക്ക് ഒരു കാര്യവുമില്ല, മുൻപരിചയം ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇപ്പൊ ഉണ്ട്. അയാളോട് പറഞ്ഞിട്ടുണ്ടോ? പറയാതെ പറഞ്ഞിട്ടുണ്ട്. മലയാളം ടെലിവിഷൻ ലോകം ഒത്തിരി കോമഡി കലാകാരന്മാരാൽ സമ്പന്നമാണ്. മിമിക്രി വേദികളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ടെലിവിഷൻ കോമഡി ഷോകളിലൂടെയും പ്രേക്ഷകർക്ക് പ്രിയങ്കരരായ ഒത്തിരി താരങ്ങളുണ്ട്. അതിലൊരാളാണ് അഞ്ജന അപ്പുകുട്ടനും. തന്റെ സ്വസിദ്ധമായ ചിരിയും സംഭാഷണവും തന്നെയാണ് അഞ്ജനയെ വ്യത്യസ്തയാക്കുന്നത്. സിനിമകളിലും സജീവമാണ് അഞ്ജന. തന്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും അഞ്ജന പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അഞ്ജന ഇപ്പോഴും അവിവാഹിതയായി തുടരുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും വിവാഹം കഴിക്കാതെ തുടരുന്നത്? ആരെയോ കാത്തിരിക്കുകയാണോ, അതോ തേച്ചതാണോ എന്നൊക്കെ അഞ്ജനയോട് ചോദിക്കുമ്പോൾ അഞ്ജന പറയുന്നത് തന്റെ കല്യാണം ഉറപ്പിക്കുക പോലും ചെയ്തിരുന്നു, എന്നാൽ അസലൊരു തേപ്പ് കിട്ടിയിരിക്കുകയാണ് എന്ന്. കല്യാണം ഉറപ്പിച്ചെങ്കിലും അത് ഒത്തു വന്നില്ല, അത് തേച്ചിട്ട് പോയി. പക്ഷെ അയാളുടെ കുറെ സ്വഭാവം എന്നിൽ ബാക്കിയായെന്നാണ് അഞ്ജന പറയുന്നത്. അതൊക്കെ കാരണമാണ് വിവാഹത്തിൽ നിന്നെല്ലാം താൻ ഇപ്പോൾ മാറി നിൽക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇപ്പൊ ഉണ്ട്. അയാളോട് പറഞ്ഞിട്ടുണ്ടോ? പറയാതെ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു റെസ്പോൺസ്? എന്തായിരുന്നു പറയാതെ പറഞ്ഞിട്ട്? എന്റെ അമ്മ ഇടയ്ക്ക് കളിയാക്കാണ്, എനിക്ക് പ്രേമിച്ച് വളച്ചൊടിക്കാൻ അറിയില്ല. അമ്മ എന്നെ തളർത്തും ചില സമയത്ത് ഇതൊക്കെ പറഞ്ഞു. മുന്നേ ഒരു റിലേഷൻ ഉണ്ടായിരുന്നല്ലോ, അത് കല്യാണം വരെ എത്തിയതാണ്. പക്ഷേ അത് ഇനിയും പറയണ്ട, അത് പറഞ്ഞു എനിക്ക് എന്നെ ബോറടിച്ചു കഴിഞ്ഞ്. അതല്ല, പിന്നെ അന്ന് ഞാൻ അത് ചോദിക്കല്ല, അന്ന് പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു, മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇല്ല ഇല്ല ഇല്ല, ഇപ്പോഴും ഇല്ല. ഇപ്പൊ കോണ്ടാക്ട് ഒന്നും, അന്നും അങ്ങനെ കോണ്ടാക്ട് ഒന്നും ഇല്ല. ഞാൻ അങ്ങനെ വിളിക്കാനും മെസ്സേജ് ചെയ്യുന്നില്ല, പുള്ളിക്ക് എന്നെ വിളിക്കാനും മെസ്സേജ് ചെയ്യാനും സമയമില്ല. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ, ഞാൻ പറയില്ല, ഞാൻ അങ്ങനെയൊന്നും ഒരാളെ ഒരു മനസ്സിലേക്ക് എടുത്ത് വെക്കില്ല. വച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വീട്ടുകാരായിട്ട് വെച്ചെന്നാണ്. പക്ഷെ പുള്ളി എന്തിനാണ് അങ്ങനെ എന്നോട് ചെയ്തേന്നുള്ളത് അന്ന് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഇപ്പൊ ഞാനതൊക്കെ മാറ്റി. പുള്ളിക്ക് എന്നെ കിട്ടാൻ യോഗമില്ല. അങ്ങനെ പറഞ്ഞാൽ തീർന്നില്ലേ പ്രശ്നം? അതാണ് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുക, അഞ്ജു നീ നല്ല കുട്ടിയാണ്, നീ ഗുഡ് ഗേൾ ആണ്. എനിക്ക് ദേഷ്യം വരുമ്പോൾ ചില നേരത്തെ കൺട്രോൾ യുവർ സെൽഫ് അഞ്ജന, കൺട്രോൾ യുവർ സെൽഫ്, നീ നല്ല കുട്ടിയാണ്, തീർന്നു. വീട്ടുകാരുമായിട്ടും ഫാമിലിയൊക്കെ ഭയങ്കര കണക്റ്റഡ് ആണല്ലോ. അപ്പോ അച്ഛനും അമ്മയും ലൈഫിൽ തന്നിട്ടുള്ള ഒരു അഡ്വൈസ് എന്താണ് ചേച്ചി ഫോളോ ചെയ്യുന്നത്? എന്തെങ്കിലും ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ? ഇല്ല, അങ്ങനെ അഡ്വൈസ് ഒന്നും തന്നിട്ടില്ല ഇതുവരേക്കും. ഇല്ല, എന്റെ ഓർമ്മയിൽ അഡ്വൈസ് ഒന്നും തന്നിട്ടില്ല. ഇല്ല ഇല്ല. അല്ല, ഇപ്പൊ അമ്മുമ്മയൊക്കെ അമ്മേനെ വളർത്തിയ സമയത്തൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മുടെ മൈൻഡില് സേവ് ആയിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യണു. ഇപ്പൊ നമ്മുടെ ഫാമിലിക്ക് മോശം വരുന്ന ഒരു കാര്യവും ചെയ്യരുത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞാൻ എപ്പോഴും. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അയ്യോ എന്റെ ഫാമിലിനെ അത് ബാധിക്കൂ, ഞാൻ അതാണ് എപ്പോഴും ചിന്തിക്കണേ. അതിപ്പോ അവര് അഡ്വൈസ് തന്നിട്ടൊന്നുമല്ല, ഇവരുടെ ഇപ്പൊ എനിക്ക് പഴയ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മുമ്മ ഉള്ളപ്പോഴും അമ്മുമ്മയുടെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ പറയും. ഇപ്പൊ ഈ അടുത്തൊക്കെ KPSC ലളിതാമ്മ ഉള്ള സമയത്തൊക്കെ ഞാൻ പഴയ കഥകളൊക്കെ ചോദിക്കും. ലളിതാമ്മ ഇങ്ങനെ പറഞ്ഞു തരും കേട്ടോ, പഴയ അനുഭവങ്ങളും കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു തരും. എനിക്ക് അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പ്രായമുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പ്രായമുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. ചില അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ കണ്ടിട്ടില്ല, ഭയങ്കര ക്യൂട്ടുള്ള, അതുപോലെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അവരൊക്കെ പറയുന്നതൊക്കെ ഇങ്ങനെ കേട്ട് നമ്മുടെ മൈൻഡില് ഫീഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അച്ഛൻ്റെ അമ്മയാണെങ്കിലും അമ്മമ്മയൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സേവ് ചെയ്ത. അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ ഒരു തവണ ചിന്തിക്കും, ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എൻ്റെ ഫാമിലിയെ ബാധിക്കൂ, അവർക്കൊരു ബ്ലാക്ക് മാർക്ക് വീഴരുത്. ഞാൻ അത് അന്നും ഇന്നും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം നേരത്തെ ചോദിച്ച പോലെ നമ്മളോട് ആരും ഒരു മോശം അപ്രോച്ച് ചെയ്തിട്ടില്ലാത്തത്. നമ്മൾ അവരോട് അങ്ങനെ ആ റെസ്പെക്റ്റോട് കൂടിയാണ്. വേണ്ട, അങ്ങനെയുള്ളത് വേണ്ട, വരുന്നത് മതി, അങ്ങനെ ഒരു ചിന്ത. കല്യാണത്തെ പറ്റി ആലോചിക്കുന്നുണ്ടോ? നല്ലത് വല്ലതും വന്നത്.
ഞാൻ സമാധാനമായിട്ട് ജീവിക്കണം എനിക്ക് ഇഷ്ടപ്പെടണല്ലേ. ചോദിച്ചതാ. ചേച്ചിയുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് അച്ഛൻ എന്ന് പറയുന്നത്. അച്ഛൻ. അപ്പോ അച്ഛനെ പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെ അച്ഛൻ എന്ന് പറയുമ്പോ എന്ത് ഇൻസിഡന്റ് ആണ് ഓർമ്മ വരുന്നത്? എന്ത് കാര്യമാണ് ആദ്യം ഓർമ്മ വരുന്നത്, മനസ്സിലേക്ക് വരുന്നത്? അച്ഛൻ അത് ഒരു ഇൻസിഡന്റ് ആയിട്ട് നമുക്ക് ഇതില്ല. ഇപ്പൊ അച്ഛന്റെ പെട്ടെന്നൊരു കാര്യം ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ അച്ഛനെ പറ്റി. ഇല്ല, അച്ഛന്റെ ഒരു സംഭവം എന്ന് വെച്ചാല് എന്റെ അച്ഛനെ സംബന്ധിച്ച് അതിനെ സ്നേഹിക്കാനോ പുന്നരിക്കാനോ ഒന്നും അച്ഛൻ അന്നും കുഞ്ഞിലെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ അത് അറിയില്ല. മനസ്സിലായി. ചില അച്ഛന്മാരൊക്കെ പിള്ളേരെ ഭയങ്കരമായിട്ട് ലാളിക്കുകയൊക്കെ ചെയ്യും. എന്റെ അച്ഛൻ ഇപ്പൊ എന്നെയാണേലും ബ്രദറിനാണ് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ അത് അങ്ങനെ അറിഞ്ഞുകൂടാ. പക്ഷേ അച്ഛൻ ഏറ്റവും കൂടുതൽ ഓരോ സ്ഥലങ്ങൾ ഇപ്പൊ ചെറുതിലെ ഡാൻസ് ക്ലാസ്സിൽ പോകുമ്പോഴാണെങ്കിലും അച്ഛൻ പത്രപ്രവർത്തകനായിരുന്നു. അപ്പോ ഇവിടെയുള്ള എറണാകുളത്തുള്ള ഓൾമോസ്റ്റ് എല്ലാ പത്രം ഓഫീസുകളിലും മാതൃഭൂമി, മനോരമ, മാധ്യമം എല്ലായിടത്തും ഞാൻ പോയിട്ടുണ്ട്. അവരുടെ ഓഫീസിലൊക്കെ. അന്ന് ഇത് എന്താ ഏതാന്നൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ അച്ഛൻ ക്ലാസ്സിൽ പോണ വഴിക്ക് അന്നൊക്കെ പ്രിന്റർ സിസ്റ്റമാണ്. UNI എന്ന് പറഞ്ഞിട്ട് അവരുടെ യുണൈറ്റഡ് ന്യൂസ് മറ്റേ ന്യൂഡൽഹി മൂവിയിലുണ്ട് അവരുടെ ഹെഡ് ഓഫീസൊക്കെ. ആ ഒരു ഇത് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് അച്ഛൻ പോകും. സൺഡേസ് ആണ് അച്ഛന് ഡ്യൂട്ടി എങ്കിൽ അവർക്ക് സൺഡേ ഹോളിഡേ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ എല്ലായിടത്തും പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മാത്രല്ല, ബാങ്കിൽ പോണം, ബാങ്കിൽ ഇന്നതുപോലെയൊക്കെ ചെയ്യണം, പാൻ കാർഡ് എടുക്കാം. അന്ന് പാൻ കാർഡ് എന്താന്നോ ഒന്നും അറിയില്ല. പക്ഷെ അതിന്റെയൊക്കെ ഇത് ഇപ്പോഴാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഫാമിലി ആയിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് വേറൊരു എന്താ അതിനെ പറയാ, മിസ് ചെയ്യാറുണ്ടോ അച്ഛനെ? ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങള് ഒരു സ്ഥലത്ത് പോയി. അപ്പോ ഞാൻ പറയാ, അയ്യോ ഞാൻ ചിപ്പിന്നാണ് അച്ഛനെ വിളിച്ചോണ്ടിരുന്നത്. അത് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ചിപ്പിന്ന് വിളിച്ച, പിന്നെ അച്ഛന്ന് വിളിച്ച വിളി വെക്കൂല. പിഷാരുടെ പിഷു ഒക്കെ അങ്ങനെ തന്നെയാ വിളിക്കണത്, ചിപ്പിന്നാ വിളിക്കണത്. പിന്നെ മാട്ടിൻ ചെട്ട്, ചിപ്പി മുത്തും കക്കയൊക്കെ ഇങ്ങനെയൊക്കെയാ ചോദിക്കുക. അപ്പോ അച്ഛനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് നമ്മള്. ഇനി ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടി ഉണ്ടാക്കും, അത് വേറെ കാര്യം. പക്ഷെ അച്ഛന് പൊതുവെ ഒരു നിർബന്ധങ്ങളോ ഒരുപാട് വലിയ വലിയ ആഗ്രഹങ്ങളോ അങ്ങനെയൊന്നും ഉള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. ആ ഒരു സംഭവം ഞങ്ങളിൽ എല്ലാവർക്കും ഉണ്ട്. രണ്ടു മക്കൾക്കും അതുണ്ട്. ഇന്നത് വേണം അങ്ങനത്തെ നിർബന്ധങ്ങളോ വലിയ വലിയ ഒന്നുമില്ല. അത് ഒരു കുറെ അങ്ങനത്തെ കുറെ ക്വാളിറ്റീസ് അത് പറഞ്ഞു തന്ന് ചെയ്യണതല്ല, അത് നമുക്ക് അങ്ങനെ വന്ന് ഭവിക്കുന്ന ഒരു കാര്യം. അച്ഛൻ പെട്ടെന്നാണ് പോയത്. അപ്പൊ അത് എന്താ പറയ, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. 8 വർഷം കഴിഞ്ഞു. അച്ഛനോട് സംസാരിക്കാറുണ്ടോ ചേച്ചി? ചേച്ചിയോട് സ്വയം സംസാരിക്കും? ഇല്ല, ഇപ്പൊ ഇല്ല. കാര്യം അച്ഛൻ പോയി എന്നുള്ള ഒരു ഇതിപ്പോഴും ഇല്ല. ഞങ്ങള് ബൈ വേർഡ്സ് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പെട്ടെന്ന് പോയത് കൊണ്ട് ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ട് പ്രശ്നം. അച്ഛനോട് എന്തെങ്കിലും ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ഷെയർ ചെയ്യണം തോന്നിയിട്ടുള്ള ഒരു ഹാപ്പി ന്യൂസ് എന്താണ് റീസെന്റ് നടന്നിട്ടുള്ള? അങ്ങനെയല്ല, ഇപ്പൊ നമ്മള് ഞാൻ ഇപ്പൊ മൈൽ സ്റ്റോണിന്റെ ആണെങ്കിലും നമ്മള് ഓരോ അവാർഡ് വാങ്ങിക്കുമ്പോഴൊക്കെ മറ്റേ എല്ലായിടത്തും ഞാൻ കൊണ്ടുപോകും, അച്ഛനെയും അമ്മേനെയും കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അച്ഛനും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോന്നും. അപ്പൊ എനിക്കെന്നല്ല, എല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമ്മള് അവരുള്ളപ്പോ നമുക്ക് അവരുടെ വില അത്രയും മനസ്സിലാവില്ല. അവർ പോയി കഴിയുമ്പോഴാണ് എത്രത്തോളം അറ്റാച്ച്ഡ് ആയിരുന്നു എന്ന് നമുക്ക് തോന്നുക. അന്നേരം നമുക്ക് എത്ര അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് അറിയില്ല. കാര്യം ഇപ്പൊ ഞാൻ എപ്പോഴും ഇപ്പൊ യൂബറിലാണെങ്കിലും അല്ലാണ്ട് ട്രാവൽ ചെയ്യുമ്പോഴും ഞാൻ പറയും, എറണാകുളത്തിന്റെ ഏതു ഇടവഴികളോ ഊടുവഴികളോ ഉണ്ടെങ്കിൽ അത് എന്നോട് ചോദിച്ചാൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. കാര്യം അച്ഛന്റെ കൂടെ എപ്പോഴും സ്കൂട്ടറിൽ ട്രാവൽ ചെയ്യും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന്റെ കൂടെ മാത്രമേ ഉള്ളൂ കേട്ടോ 2 വീലറിൽ പോയിട്ടുള്ളത്. അങ്ങനെയല്ല, ബ്രദറിന്റെ കൂടെയും പോകുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, സേഫ് ആയിട്ട് കൊണ്ടുപോകും. ഓവർ സ്പീഡിലൊന്നും പോകത്തില്ല. ഞാൻ പറഞ്ഞതല്ലേ കുട്ടി എന്നെ കരയിപ്പിക്കല്ലെന്ന്. എങ്ങനെയുണ്ടായിരുന്നു ഒരു ലേഡി ഡയറക്ടറുടെ വർക്ക് ചെയ്തപ്പോൾ എക്സ്പീരിയൻസ്?
എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലേഡി ഡയറക്ടർ. ഇതിനു മുമ്പ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു മാമിന്റെ കൂടെ, പക്ഷെ അത് ഒരു ഓഫ് ബീറ്റ് മൂവി ആയിരുന്നു, പ്രകാശിന്റെ മെട്രോ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിപ്പോ ദീപ്തി ചേച്ചിയുടെ കൂടെ ഭയങ്കര കംഫർട്ടബിൾ ആണ് അത്. എന്റെ ഒരു ആഗ്രഹമായിരുന്നു ലേഡി ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിച്ചു. മാക്സിമം എൻജോയ് ചെയ്തു. അതെ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ള കൊമേഴ്ഷ്യൽ സിനിമാസിലാണല്ലോ. അതെ അതെ. അത് ഇപ്പൊ നമ്മൾ ഒരു ചെറിയൊരു ഫിലിമിലേക്കാണ് വരുന്നത്, NFDC ആണ് ഫണ്ട് ചെയ്യുന്നതൊക്കെ. പക്ഷെ അത് എനിക്ക് ഭയങ്കര സന്തോഷാ. കാര്യം NFDCയുടെ ഒരു മൂവിയില് വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷാ. കാരണം അവരുടെ ലിസ്റ്റിൽ നമ്മൾ വരുള്ളൂ.